നമസ്കാരം. 7 നക്ഷത്ര ജാതകർക്ക് 7 ദിവസത്തിനുള്ളിൽ ചില ഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. ഇവരുടെ സകല കഷ്ടപ്പാടുകളും മാറി ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം, ഒരു വലിയ നേട്ടം ഇവരെ തേടി വരാൻ പോവുകയാണ്. എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും വെറും 7 ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. അതിസമ്പന്നതയിൽ എത്തിച്ചേരുവാൻ യോഗം വന്നു ചേരും ഈ നക്ഷത്ര ജാതകർക്ക്. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ടാകും. വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ടാകും. കൂടാതെ ദിവസേന നിത്യപൂജയും ഉണ്ടാകും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. 7 ദിവസത്തിനകം സാമ്പത്തികമായി ഉയർച്ച വന്നു ചേരും. നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും. അനുകൂലമായ ഗ്രഹസ്വാധീനത്താൽ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ശാരീരികമായി ഉണ്ടാകുന്ന രോഗപീഠകളൊക്കെ മാറിക്കിട്ടും. ഇവരുടെ ജീവിതം ആഡംബരം നിറഞ്ഞതാകും. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും. ഇവർക്ക് ധാരാളം ധനം കൈവരും. ഇവരുടെ കഴിഞ്ഞുപോയ കാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയം തന്നെയായിരുന്നു. സകല പ്രശ്നങ്ങളും മാറാൻ പോകുന്നു. ഇവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും സാമ്പത്തിക ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. ഇവരെ സംബന്ധിച്ച് ജോലിയിൽ പ്രശ്നമുണ്ടായിരുന്നു. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ദാമ്പത്യ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇവർ നേരിട്ട സകലവിധ ബുദ്ധിമുട്ടുകൾക്കും വിരാമം വന്നുകൊണ്ട് ഒരു വലിയ ഭാഗ്യാനുഭവം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. പുതിയൊരു ജോലി നേടാനും, അത് ചിലപ്പോൾ വിദേശ ജോലിയാകാം, അതല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരു സർക്കാർ ജോലിയാകാം. ഏതായാലും ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർക്കൊരു വലിയ യോഗം വന്നു ചേരാൻ പോകുന്നു. അത് ഗജകേസരി യോഗം തന്നെയാണ്. ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ചോതി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുന്നു. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ചോതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും. ചോതിയുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ചോതിയുടെ നല്ല ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ്. കഴിഞ്ഞുപോയ കുറേ നാളുകളായി ചോതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ചോതി നക്ഷത്ര ജാതകർക്ക് ധനം സമ്പാദിക്കാനും വരുന്ന 7 ദിവസത്തിനുള്ളിൽ അവരുടെ ജീവിതം മാറി മറിയുവാനും തക്ക ഗ്രഹസ്ഥിതിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ സകല സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഈ നക്ഷത്രത്തിന് ഇനി കഴിയും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ്. പൂരം നക്ഷത്ര ജാതകർക്കും സകലവിധ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടം എന്നതിനെ വിശേഷിപ്പിക്കാം. കഴിഞ്ഞ കുറേ നാളുകളായി പൂരം നക്ഷത്ര ജാതകർ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി പൂരത്തിന് രക്ഷപ്പെടാൻ, വലിയൊരു ഉയർച്ചയിലേക്കെത്താൻ പൂരം നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും. ക്ഷേത്രദർശനം നടത്തുക, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ കുമാരസുക്ത പുഷ്പാഞ്ജലിയൊക്കെ നടത്തി
മുന്നോട്ട് പോവുക. പൂരത്തിൻ്റെ ഏറ്റവും നല്ല, ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്കെത്തുന്ന സമയം കൂടിയാണ് ഇത്. നിങ്ങളുടെ സമയം മാറുകയാണ്. ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചവരാണ് പൂരം നക്ഷത്ര ജാതകർ. എന്നാൽ സർവ്വ ഐശ്വര്യവും സർവ്വ നേട്ടവും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരുന്ന സമയമാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം വന്നു ചേരുന്നു. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിക്കിട്ടും. എല്ലാ അർത്ഥത്തിലും കോടീശ്വര യോഗം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ സകലമാന സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്ര ജാതകർക്കും വലിയ ഭാഗ്യാനുഭവങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടുവാൻ പോവുകയാണ്. അവരുടെ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. സാമ്പത്തിക ഉയർച്ചയ്ക്കൊപ്പം തന്നെ ഇവരുടെ മുടങ്ങി നിന്നിരുന്ന ഭവന നിർമ്മാണം പുനരാരംഭിക്കാനും അക്ഷരാർത്ഥത്തിൽ വലിയ ഭാഗ്യങ്ങളുടെ, വലിയ വിജയങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. പൂരാടത്തിൻ്റെ ഏറ്റവും നല്ല, ജീവിതത്തിൽ വലിയ ഉയർച്ചയുടെ സമയമാണ് ഇത്. ഭാഗ്യസമയമാണ്. അവരുടെ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ മാറിപ്പോകുന്ന സമയം. ദാമ്പത്യ വിരഹങ്ങളാലും കലഹങ്ങളാലും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം വന്നു ചേരും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനാൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാകും. എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിൽ നിന്നും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ബിസിനസ്സിൽ നേട്ടങ്ങളും ജോലിയിൽ ഉയർച്ചയും വന്നു ചേരുന്ന സമയം കൂടിയാണ്. രക്ഷപ്പെടുക തന്നെ ചെയ്യും പൂരാടം. പൂരാടം നക്ഷത്ര ജാതകരുടെ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകുന്ന ഈ സമയത്ത് വലിയൊരു ജീവിതാഭിവൃദ്ധിക്ക് തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തും. ഈശ്വരാനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതം മാറിമറിയും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയുന്ന സമയമാണ്. വലിയൊരു ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ ഈ നക്ഷത്ര ജാതകർ ഇതിനകം അനുഭവിച്ചു കഴിഞ്ഞു. എന്നാൽ വലിയൊരു സന്തോഷത്തിൻ്റെ നാളുകളാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത്. ഇവർ ഒരു വലിയ വിജയത്തിലേക്ക് കുതിച്ചുയരാൻ പോവുകയാണ്. ഇവരുടെ താഴ്ച കണ്ട് സന്തോഷിച്ചിരുന്നവർക്ക് ഇനി ദുഃഖിക്കേണ്ട സമയമാണ്. കാരണം ഇവരുടെ ഉയർച്ച കണ്ട് നിങ്ങൾ അസൂയപ്പെടാൻ പോകുന്നു. അത്രയും വലിയ ഉയർച്ചയിലേക്ക് ഭരണി നക്ഷത്ര ജാതകർ എത്താൻ പോവുകയാണ്. വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും ശാരീരിക സൗഖ്യവും വന്നു ചേരാൻ പോകുന്നു. ഈശ്വരാനുഗ്രഹത്താൽ സർവ്വവിജയവും സർവകാര്യസിദ്ധിയും ഇവർക്ക് അനുഭവിക്കും. ഇവരുടെ ഏറ്റവും നല്ല സമയമാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ പടർത്തിക്കൊണ്ട് നിന്നിരുന്ന ദുരനുഭവങ്ങൾക്ക് മോചനം നൽകിക്കൊണ്ട് വലിയ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. വലിയ ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നെത്തുവാൻ പോകുന്നു. ജീവിത സന്തോഷങ്ങൾ വന്നു നിറയുന്ന ഈ ഒരു സമയത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാ അർത്ഥത്തിലും ധനസമൃദ്ധിയും ഭാഗ്യവും തൊഴിൽ ഉന്നതിയും വന്നു ചേരുന്ന സമയമാണിത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി. രോഹിണി നക്ഷത്ര ജാതകർക്കും ഇത് സമയം നന്നാകുന്നു. പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിയാൻ പോകുന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും രോഹിണി രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ഇനി അനുഭവിക്കാൻ ഒന്നും ബാക്കിയില്ല. രോഹിണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സൗഭാഗ്യ കാലഘട്ടമാണ് ഇത്. എല്ലാ അർത്ഥത്തിലും ധനസമൃദ്ധിയും ഭാഗ്യവും തൊഴിൽ ഉന്നതിയും വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയും.
നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ ജീവിത ഉയർച്ച കണ്ട് അസൂയപ്പെടാൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകും. അത് നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ മനസ്സിൻ്റെ വികാരം, അവരുടെ മനസ്സിൻ്റെ ചെയ്വനകൾ അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വന്നു നിറയും. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടും. രോഹിണി നക്ഷത്ര ജാതകർക്ക് ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങൾ തന്നെയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ രോഹിണി നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം ആയില്യമാണ്. നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ അവസാനിക്കാൻ പോകുന്നു. അത്രയ്ക്കും ഭാഗ്യം നിറഞ്ഞ ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കാൻ പോകുന്നത്. എല്ലാ അർത്ഥത്തിലെയും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ഒരുപടി മുന്നിൽ തന്നെ എത്തും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇവർക്കൊക്കെ മാറിക്കിട്ടും. അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഇവർ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് തന്നെ പറയാം. ജോലിയിലെ കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ ജോലിയിലെ തടസ്സങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, രോഗം, ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. നിങ്ങൾ ചില പരിഹാരങ്ങൾ കൂടി ചെയ്യണം. ഇഷ്ടദൈവ പ്രീതി വരുത്തണം. സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ വിജയങ്ങളും കൂടെ നിൽക്കും. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ദാനധർമ്മങ്ങൾ കൂടി നടത്തണം. ഇത് ഒരു പൊതുവായ ഫലം മാത്രമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിച്ച് അതിലെ ഗ്രഹസ്ഥിതികളും ഇപ്പോഴത്തെ ഗോചരമൊക്കെ പരിശോധിച്ചിട്ട് വേണം നമുക്ക് പൂർണ്ണമായൊരു ഫലം കണ്ടെത്താൻ. നിങ്ങളുടെ ജാതകം അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പരിഹാരങ്ങൾ സഹിതം നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഭാഗ്യം നിറഞ്ഞ, നന്മകൾ നിറഞ്ഞ ഒരു ദിനം നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും. ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ്. രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ നല്ലതുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.